അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ജനപക്ഷ സിവിൽ സർവീസിനായി അണിചേരണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 42ാം കാസർഗോഡ് ജില്ലാ സമ്മേളനം അഭ്യർത്ഥിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ സംഘടനാ പ്രമേയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ പി ശ്രീദേവി അവതരിപ്പിച്ചു. റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിൽ മനോജ് കുമാർ കെ വി, പ്രഭാവ് പി വി, ജയപ്രകാശൻ കെ, മനോജ് കുമാർ കെ എൻ, ദിലീപ് പി നായർ, ഡോക്ടർ സച്ചിൻ രാജ് പി വി, പ്രസാദ് കെ എന്നിവർ പങ്കെടുത്തു. പ്രമേയങ്ങൾക്ക് മേൽ നടന്ന ചർച്ചയിൽ അനിത കെ, കവിത പി, സുഹാസ്, അർജുൻ ബാലൻ, എം മധുസൂദനൻ, വി മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിജി സോമരാജൻ മറുപടി പറഞ്ഞു. 21 പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. സമ്മേളനത്തിന് സമാപനം കുറിച്ച് ഗസറ്റഡ് ജീവനക്കാരുടെ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. പ്രകടനത്തിന് ജില്ലാ ഭാരവാഹികളായ മധു കരിമ്പിൽ, ഡോക്ടർ സുമേഷ് സി എസ്, വൈശാഖ് ബാലൻ, കെ രാജഗോപാലൻ, എം രാജീവൻ, ഡോക്ടർ വിക്രം കൃഷ്ണൻ, പി വി ആർജിത എന്നിവർ നേതൃത്വം നൽകി. പൊതുസമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 42ാം ജില്ലാ സമ്മേളനം 60ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനമാണ് ഇന്നലെ ഇന്നുമായിട്ട് നടന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിൽ കേരള സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് ജീവനക്കാരുടെ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവരാണ് ഗസറ്റഡ് ഓഫീസർമാർ. സർക്കാരിൻ്റെ നയപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങൾ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവച്ചുകൊണ്ട് ഈ സംഘടനയിൽപ്പെട്ട അംഗങ്ങൾ മാതൃകാപരമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. ഈ കേരളത്തിൻ്റെ നാളിതുവരെയുള്ള ദിവസം ചർച്ചകൾ പരിശോധിച്ചാൽ കേരളത്തിലെ ജീവനക്കാർ നൽകിയുള്ള സംഭാവന ആരെല്ലാം എന്തെല്ലാം വിമർശിച്ചാലും ജീവനക്കാരുടെ സംഭാവനകൾ നമുക്ക് മറക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. KGOA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സുമേഷ് സി എസ് അധ്യക്ഷത വഹിച്ചു. KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിജി സോമരാജൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഡോക്ടർ പി ശ്രീദേവി, വി ചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ വി രാഘവൻ, DL സുമ, CM സുധീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി മധു കരിമ്പിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രാജഗോപാലൻ കെ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.